ഹേ ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് ആക്ച്വലി എല്ലാവർക്കും നമ്മൾ വീഡിയോ ഇട്ടിട്ട് കുറേ കാലമായി. ഫുൾ വീഡിയോ ഷോർട്സും ഇപ്പം അങ്ങനെ ഇടുന്നില്ല അധികം റെഗുലറായിട്ട്. സോ ഇനി നമ്മൾ വീണ്ടും റെഗുലറായിട്ട് അപ്ഡേറ്റ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ ഇന്ന് ഞാൻ ആക്ച്വലി ജിമ്മിൽ പോകുന്നവർക്കും ജിമ്മിൽ പോകാൻ ആഗ്രഹിക്കുന്നവർക്കും ഇനി എന്തെങ്കിലും ജിമ്മിൽ പോകുന്നുള്ളവർക്കും വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഫുള്ള് ജിം പ്രൊഡക്ട്സ് ആണ്. അപ്പം ഞാൻ വർക്കൗട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കിനും കുറേ സപ്ലിമെന്റ്സും പ്രോട്ടീൻസും ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പം എല്ലാം നിങ്ങളൊന്ന് പരിചയപ്പെടുത്താമെന്ന് വെച്ചു. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിന്ന് നിങ്ങളെ ഒരു ബ്രാൻഡ് പരിചയപ്പെടുത്തി തരാം. ഞാൻ യൂട്യൂബിലൊക്കെ അത്യാവശ്യം റിസർച്ച് ചെയ്തപ്പോഴത്തേക്കും അത്യാവശ്യം നല്ല അഭിപ്രായമുള്ള ബ്രാൻഡാണ്. ആ ഒരു ബ്രാൻഡും കൂടി ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുന്നുണ്ട്. അത്യാവശ്യം നമുക്ക് ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ബ്രാൻഡായിട്ട് എനിക്ക് തോന്നി. ബാക്കിയുള്ള സ്ഥലത്ത് നമ്മൾ കാണുന്ന ഒരു ഐറ്റംസ് അത്രയും റേറ്റ് ഒന്നും ഇല്ല, അതിൻ്റെ പകുതി റേറ്റേ ഉള്ളൂ. ബട്ട് നല്ല റേറ്റിങ്ങും നല്ല റിവ്യൂസും എല്ലാം ഞാൻ ആ ഒരു ബ്രാൻഡിൽ കണ്ടിട്ടുണ്ട്. അപ്പം ആ ഒരു ബ്രാൻഡ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട്. സോ ലെറ്റ്സ് ഗെറ്റ് റെഡി. സോ ഫസ്റ്റ് ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. ഇതല്ല ബ്രാൻഡ് ഞാൻ പരിചയപ്പെടുത്താൻ ഉദ്ദേശിച്ചത്. ഇത് ടാറ്റ 1mg ക്രിയാറ്റിൻ മോണോഹൈഡ്രേറ്റ് ആണ്. അൺഫ്ലവേർഡ് ആണ്. സപ്പോർട്ട്സ് പെർഫോമൻസ്, എനർജി ആൻഡ് മസിൽ സ്ട്രെങ്ത്. ഞാനിപ്പം 2 ദിവസമായിട്ട് കഴിച്ചു തുടങ്ങിയിട്ട് ഇത് ഞാൻ അന്വേഷിച്ചപ്പോഴത്തേക്കും ക്രിയാറ്റിനൊക്കെ എടുത്തപ്പോൾ തന്നെ ഒന്നും കിട്ടത്തില്ല. പയ്യെ 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 നമ്മുടെ സ്ട്രെങ്ത് ഇൻക്രീസ് ആകുന്നതാണ്. ജസ്റ്റ് തുറന്ന് കാണിക്കാം. ഒന്നുമില്ല, ജസ്റ്റ് വെള്ളം ഒരു പൊടി മാത്രമാണ്. ചെറിയൊരു സ്കൂപ്പ് കിട്ടും അതിനകത്ത്, വേറെ ഒന്നുമില്ല അതിനകത്ത്. ടാറ്റ 1mg അത് നമുക്കറിയാമല്ലോ. ടാറ്റയുടെ ബ്രാൻഡ് എന്ന് പറയുമ്പോഴത്തേക്കിനും നല്ല ബ്രാൻഡായിരിക്കും. സോ നല്ല ക്വാളിറ്റി സാധനമായിരിക്കും. ഒന്ന് ടാറ്റ 1mg. പിന്നെ ഞാൻ നിങ്ങൾ പരിചയപ്പെടുത്താന്ന് പറഞ്ഞ ബ്രാൻഡ് അത് ഞാൻ നിങ്ങളെ കാണിക്കാം. യെസ്, ഈ സാധനമാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താന്ന് വെച്ചാൽ ന്യൂട്രബേ എന്ന് പറഞ്ഞൊരു ബ്രാൻഡ്. അവരുടെ പ്രോട്ടീൻ പൗഡറാണ് ഇത്. ആക്ച്വലി ഇത് പീ പ്രോട്ടീൻ ആണ്, 100% പ്ലാന്റ് പ്രോട്ടീൻ, അൺഫ്ലവേർഡ്. അതേപോലെ തന്നെ ഇത് അവരുടെ omega-3 ഫിഷ് ഓയിൽ. ഇത് രണ്ടും ആക്ച്വലി ഭയങ്കര ബജറ്റ് ഫ്രണ്ട്ലി ആണ്, ടു ബി ഫ്രാങ്ക് പറയുകയാണെങ്കിൽ. ഇപ്പം നമ്മൾ മാർക്കറ്റിംഗ് കണ്ടിട്ടുള്ള വലിയ ബ്രാൻഡ്സിലേക്ക് എടുക്കുമ്പോൾ ഫിഷ് ഓയിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 600 പ്ലസ് 700 വരുന്നത്. ഈ സാധനം ഞാൻ വാങ്ങിയത് 275 റുപ്പീസിനാണ്. അത്യാവശ്യം ഞാൻ നോക്കിയിട്ട് അത്യാവശ്യം ക്വാളിറ്റി ഒക്കെ കാണുന്നുണ്ട്. യൂസ് ചെയ്യുമ്പോൾ അറിയാം ബാക്കി കാര്യങ്ങൾ എങ്ങനെയാണ്. ഇപ്പം നല്ലൊരു സാധനമാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒന്നുകൂടി ഒരു വീഡിയോ കൂടി തരും എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഓഫ്കോഴ്സ് ഇത് കഴിക്കുമ്പോഴുള്ള പ്രോഗ്രസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾക്ക് തന്നെ കാണാം. ഞാൻ റെഗുലറായിട്ട് വീഡിയോസ് ചെയ്യണം. അപ്പം നിങ്ങൾക്ക് തന്നെ അതിൽ നിന്ന് മനസ്സിലാവും നിങ്ങളുടെ പ്രോഗ്രസ് എന്തൊക്കെയാണെന്നുള്ളത്. പിന്നീടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം ന്യൂട്രബയുടെ പീ പ്രോട്ടീൻ. ഇത് ഞാൻ പറഞ്ഞ 100% പ്ലാന്റ് പ്രോട്ടീൻ, നമ്മുടെ PC ഉണ്ടാക്കുന്ന സാധനമാണ്. അതും അൺഫ്ലവേർഡ് ആണ്. ഇത് ടേസ്റ്റ് വൈസ് നോക്കുകയാണെങ്കിൽ ഒരു ഇച്ചിരി ഒരു ഇതില്ല, സുഖമില്ല കഴിക്കാനായിട്ട് ടേസ്റ്റ് വൈസ്. ബട്ട് നമുക്ക് ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ചെക്ക് ചെയ്തപ്പോഴത്തേക്കും അത്യാവശ്യം നമ്മുടെ വെയിൽ കിട്ടുന്ന അത്രയും തന്നെ അമിനോസിഡ്സും കാര്യങ്ങളും എല്ലാം ഈ പ്രോട്ടീനിലുണ്ട്. സോ മസിൽ റിക്കവറിയും കാര്യങ്ങളും എല്ലാം കുറച്ചും കൂടി ഫാസ്റ്റ് തന്നെ ആയിരിക്കും ഇതിലും. കമ്പയർ ടു വേ കുറച്ചും കൂടി ഫാസ്റ്റർ ആണ്. ബട്ട് അത്രത്തോളം ഫാസ്റ്റർ അല്ലെങ്കിൽ കൂടി തന്നെ ഇതും അത്യാവശ്യം ബെറ്റർ സാധനമാണ്. ഓക്കെ, നമുക്കിത് ജസ്റ്റ് ഒന്ന് തുറന്നു നോക്കാം. തുറന്നു നോക്കുമ്പോഴത്തേക്കും ഇപ്പൊ നിങ്ങൾ ഇതിനകത്ത് ചോക്ലേറ്റ് ആണ്. കാരണം ഇത് അൺഫ്ലവേർഡ് ആയിരുന്നു, ജസ്റ്റ് വൈറ്റ് കളർ ആയിരുന്നു, അൺഫ്ലവേർഡ് ആയിരുന്നു. ഞാനത് ഒരു ഹെർഷീസിന്റെ കൊക്കോ പൗഡർ വാങ്ങി ഇതുമായിട്ട് മിക്സ് ചെയ്ത് എന്നിട്ടാണ് ഞാൻ ചെറിയൊരു ഫ്ലേവേർഡ് ആക്കിയിട്ട് ഞാൻ കുറച്ച് നോ കാലറി സ്വീറ്റ്നർ യൂസ് ചെയ്തിട്ട് ഇതൊന്ന് സ്വീറ്റ് ആക്കിയിട്ടാണ് ഞാൻ ഇത് ആക്ച്വലി ഇൻടേക്ക് ചെയ്യാറുള്ളത്. അല്ലാതെ ഡയറക്റ്റ് ആണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കഴിക്കാനായിട്ടൊക്കെ. ഇതിൽ വരെ MRP കൊടുത്തേക്കുന്ന ആക്ച്വലി 1499 ആണ്, 1499 ആണ്. ആമസോണിലും പിന്നെ ന്യൂട്രബേ.com എന്നുള്ള വെബ്സൈറ്റിലൊക്കെ ഇതൊരു 799 749 ഒക്കെ നിങ്ങൾക്ക് ഇത് അവൈലബിൾ ആയിരിക്കും. ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക്. പിന്നെ ലൈക്ക് വേയൊക്കെ ഇപ്പം വയറിന്റെ പ്രശ്നമുള്ള വേയൊക്കെ കഴിക്കുമ്പോൾ ചിലപ്പോൾ ബ്ലോട്ടിങ്ങും കാര്യങ്ങളൊക്കെ വരും. ഞാൻ അതുകൊണ്ടിട്ടാണ് ഞാൻ വേ എടുക്കാത്തത്. എനിക്ക് പാലിനോട് ചെറിയൊരു അലർജി പോലെ ഉള്ളതുകൊണ്ടിട്ടാണ് ഞാൻ വേ എടുക്കാതെ പ്ലാനിലേക്ക് പോയത്. അപ്പം നമുക്ക് പ്രോഗ്രസ് എല്ലാം എന്തായാലും നിങ്ങൾക്ക് ഇത് ഞാൻ കഴിക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാവും. ദെൻ പിന്നെ നമ്മൾ വേറൊരു പ്രൊഡക്റ്റ് കൂടി, അതായത് ഈ വേ മാത്രം കണ്ടിട്ട് കാര്യമില്ല, അതിലൊരു ഷെയ്ക്കർ കൊടുക്കില്ലേ, അതും നമ്മൾ വാങ്ങിയിട്ടുണ്ട്. അത് ആക്ച്വലി ബോൾഡ് ഫിറ്റ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ്. അത് ഭയങ്കര ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ബ്രാൻഡാണ്. ബട്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റാണ്. ബോൾഡ് ഫിറ്റിന്റെ സ്പൈഡർ എന്നുള്ളൊരു ബ്രാൻഡ് ഞാൻ നിങ്ങളത് കാണിക്കാം. അപ്പോൾ ഇതാണ് നമ്മളുടെ ഐറ്റം, ബോൾഡ് ഫിറ്റ് സ്പൈഡർ ഷേക്കർ ഹാൻഡ് ബോക്സ്. ഞാൻ ഓൾറെഡി ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചായിരുന്നു. അതുപോലെ തന്നെ ഞാൻ പാക്ക് ചെയ്ത് ഇങ്ങനെ തന്നെയാണ് പാക്കായിട്ട് വന്നിട്ടുള്ളത് കേട്ടോ.
ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക് കവറിലായിരിക്കും ഈ ബോക്സിൽ നിന്ന് കിട്ടുന്നത്. പ്ലാസ്റ്റിക് കവറിൽ മാറ്റി വെക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഐറ്റം. ഇത് 500 ml ആണ് വരെ കപ്പാസിറ്റി ഉണ്ട്. ഇത് 100 ml to 500 ml വരെ കപ്പാസിറ്റി ഉണ്ട്. സോ നമുക്ക് പൗഡേഴ്സ് ഇട്ടിട്ട് നന്നായിട്ട് ഷേക്ക് ചെയ്യാം. ഇത് ലീക്ക് പ്രൂഫ് ആണ്, നല്ല ലീക്ക് പ്രൂഫ് ഡിസൈൻ ആണ്. ലൈക്ക് സിപ്പർ ആണെങ്കിൽ കൂടി തന്നെ ലീക്ക് പ്രൂഫ് ആണ്. പിന്നെ നമ്മൾ ഷേക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഇങ്ങനെ കൈവച്ചിട്ടായിരിക്കും ഷേക്ക് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ വേറെ സ്പില്ലേജ് കാര്യങ്ങളൊന്നും ഒരിക്കലും ഉണ്ടാകത്തില്ല. പിന്നെ നല്ല ക്വാളിറ്റി മെറ്റീരിയൽ, പ്ലാസ്റ്റിക് ആണ്, ബട്ട് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം ഞാൻ അൺബോക്സ് ചെയ്ത് കാണിക്കാം, തുറന്ന് കാണിക്കാം. അൺബോക്സിങ് ഓൾറെഡി കഴിഞ്ഞു. ഫസ്റ്റ് അതിൻ്റെ അടപ്പ്, ശരിയാൻ്റെ അടപ്പ്. ദെൻ നമ്മളുടെ മറ്റേ സ്പൈഡർ സാധനം, നമ്മൾ പുല്ലിനാണ് വേണ്ടി എടുക്കുന്ന സാധനം. ദെൻ ഗോൾഡ് ഫിറ്റിൻ്റെ ഒരു എന്തൊക്കെ വർക്കൗട്ട് വീഡിയോ കാര്യങ്ങളൊക്കെ ഉള്ളത്, അത് വേണ്ട, അത് കളയാം. പിന്നെ ഇങ്ങനൊരു ചെറിയൊരു അടപ്പുണ്ട്. അതുപോലെ തന്നെ താഴത്ത് നമുക്കൊരു അടപ്പുണ്ട്. ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ആക്ച്വലി നമ്മളെ ടാബ്ലറ്റ്സ് ഒക്കെ ഇട്ട് വെക്കാം. മൾട്ടി വൈറ്റമിൻസും ഒമേഗ 3 ഇതിൻ്റെയൊക്കെ ടാബ്ലറ്റ്സ് ഒക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു അടപ്പെന്ന് പറയുന്നത്. ഇത് നമുക്ക് വേ എടുക്കാൻ വേണ്ടിയിട്ട്, ലൈക്ക് പ്രോട്ടീൻ പൗഡർ എടുക്കാൻ വേണ്ടിയിട്ട്. ഇത് ഇങ്ങനെ തന്നെ നമ്മൾ ടാബ്ലറ്റ്സ് എല്ലാം ഇട്ടിട്ട് ഇങ്ങനെ അടച്ചു വെക്കാം. ദെൻ പ്രോട്ടീൻ പൗഡർ ഇട്ടിട്ട് ഇങ്ങനെ അടച്ചു വെക്കാം. പിന്നെ ഇത് ജസ്റ്റ് വെക്കാം, ഇങ്ങനെ വെക്കാം. അപ്പം ആക്ച്വലി ഹൈറ്റ് ഭയങ്കരമായിട്ട് കൂടി, നല്ല ഹൈറ്റ് കൂടി. പിന്നെ നിങ്ങൾക്കിപ്പം വേണ്ട ക്യാരി ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇത് മാത്രം മാറ്റി വെക്കാം. അപ്പം ഇത് നല്ലൊരു സൈസിൽ, ഈ ഒരു ചെറിയ സൈസിൽ കിട്ടും, 500 ml കിട്ടും. ഇതായിരിക്കും കുറച്ചുകൂടി കൺവീനിയൻറ്റ് ഇപ്പം ഇഫ് യു ആർ ക്യാരിങ് ദിസ്. ഇനി ഞാൻ ഇട്ടിട്ട് പ്രോട്ടീൻ പൗഡർ ഇട്ടിട്ട് ഒന്ന് സ്കൂപ്പ് ചെയ്ത് കാണിക്കാം, ഷേക്ക് ചെയ്ത് കാണിക്കാം എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങളെന്നൊക്കെ ഉള്ളത്. ഇതിനകത്ത് ആക്ച്വലി സ്കൂപ്പ് ഉണ്ടെന്ന് തോന്നുന്നു, ഞാൻ കണ്ടില്ല. ചിലപ്പം കാണകത്ത് ഞാൻ ചോക്ലേറ്റ് കൂടിയിട്ട് ഷെയ്ക്കും കൂടി ചെയ്തത് കൊണ്ടിട്ട് ഇതിനകത്ത് ഞാൻ തീരെ സാധനം ഇപ്പം എനിക്ക് നോക്കിയിട്ട് കിട്ടുന്നില്ല അതിൻ്റെ സ്കൂപ്പ് ഉണ്ടോ. അപ്പം ഞാൻ ഏകദേശം ഒരളവ് വെച്ചിട്ട് ഇത് വെച്ചിട്ടാണ് കൊടുക്കുന്നത്. അപ്പം ഇതും ഏകദേശം ആ സ്കൂപ്പിൻ്റെ സൈസൊക്കെ തന്നെയാണ്. അപ്പോൾ സാധനം ഉണ്ടാവുന്നല്ലോ, എനിക്ക് സൈസുള്ള സ്കൂപ്പാണ്. സ്കൂപ്പിൻ്റെ സൈസ് തരാതെ അവർ അയക്കുന്നില്ലല്ലോ ഒരിക്കലും. പിന്നെ ചിലപ്പോൾ അടിയിലേക്കാണ് കുറച്ചും കൂടി അങ്ങോട്ട് ആകുമ്പോഴത്തേക്കും നമുക്കിത് കിട്ടും. ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഷേക്ക് ചെയ്ത് വയ്ക്കാം. അപ്പം ഞാൻ പൗഡറും വെള്ളവും എല്ലാം എടുത്തിട്ടുണ്ട്, നോൺ കാലറി സീനറും എല്ലാം ഇട്ടിട്ടുണ്ട്. നമുക്കൊന്ന് നന്നായിട്ട് ഷേക്ക് ചെയ്യാം. ഒരു 60 സെക്കൻഡോ 45 to 60 സെക്കൻഡൊക്കെ ഷേക്ക് ചെയ്താൽ മതി. അപ്പോഴത്തേക്കും ഇതെല്ലാം അത്യാവശ്യം നന്നായിട്ട് ബ്ലെൻഡ് ആവും. ഷിബുവിൻ്റെ കുലുക്കിക്കട പോലെയാണ് കുലുക്കല്. ഷിബൂസ് കുലുക്കിക്കട, കരിക്കിൻ്റെ കുലുക്കിക്കടയില്ല ഷിബുവിൻ്റെ ആ സെറ്റപ്പ്. എന്താ കുലുക്കല്ലേ ചേട്ടാ കുലുക്കുന്നത്? അപ്പം കുലുക്കി കഴിഞ്ഞ് നമുക്കിത് കഴിച്ചു. അപ്പോൾ മറ്റേ പീസിൻ്റെ ടേസ്റ്റ് കിട്ടുന്നുണ്ട്, ചെറിയ ഞാൻ പറഞ്ഞ പോലെ ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് കിട്ടുന്നുണ്ട്. ഞാൻ ആഡ് ചെയ്ത ചോക്ലേറ്റ്, ഐ മീൻ കൊക്കോ പൗഡറിൻ്റെ. ഇത് നമ്മുടെ നോൺ കാലറി സീനർ അത്യാവശ്യം കുടിക്കാവുന്ന ടേസ്റ്റാണ്. ആദ്യത്തെ പോലത്തെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ടേസ്റ്റില്ല. ഫസ്റ്റ് എനിക്ക് കുടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇത്രയൊക്കെ ഉള്ളൂ. ഇതൊക്കെ വാങ്ങിക്കാനുള്ള ലിങ്ക് ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ നിങ്ങൾ DM ചെയ്തൊക്കെ ഞാൻ അയച്ചു തരാം. ഞാൻ മറ്റേ ഓട്ടോമേഷൻ ഒന്നും ചെയ്തിട്ടില്ല. അപ്പം അത്രേ ഉള്ളൂ. കീപ് ഇൻ ടച്ച്. ഓക്കെ, ബൈ.